മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ്. അവിടെ ദാവൂദ് സാഹിബ് ഷിംജിദിയെ കുറ്റമുക്തയാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അവരാദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? അവരിത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് പോസ്റ്റ് ചെയ്യാണോ വേണ്ടത്, അതല്ല പിന്നെ പോലീസിൽ പരാതി കൊടുക്കുകയാണെന്നൊക്കെ വേണ്ടത് തർക്കിക്കാം. പക്ഷെ ഒരാൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ലേ? ഒരു അസോൾട്ടിന് വിധേയമായിട്ടുള്ള ഒരാൾക്ക് അത് ജനങ്ങളോട് പറയാനുള്ള റൈറ്റ് ഇല്ലേ? അങ്ങനെയില്ലേ? അപ്പം അത് ഞാൻ പറയുന്നത് ഇത് അസോൾട്ട് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ. ഇതിലിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ധൃതിയും അസാധാരണമായിട്ടുള്ള വേഗതയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതുണ്ടായത്? അത് നേരത്തെ നൗഫൽ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ബാക്ക്ലാഷ് ഈ സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ ബാക്ക്ലാഷ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? ദിലീപ് കേസ് മുതൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന ലൈംഗികാതിക്രമണത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകളോട് ഒരു വിഭാഗം, സമൂഹത്തിലെ ഒരു വിഭാഗം പുരുഷന്മാർ കാണിക്കുന്ന അങ്ങേയറ്റം ആക്രമണോത്സുകമായിട്ടുള്ള സമീപനം ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി ഈ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് വലിയ തോതിൽ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിനെ നിഷേധാത്മകമായി കണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണത അടുത്ത കാലത്തായി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ഒരു പ്രളയം സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാസ് ഹിസ്റ്റീരിയ ഇവിടെ ഉണ്ട്. ആ ഹിസ്റ്റീരിയയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ ഇത്രയും പൊടുന്നതിനുള്ള ആക്ഷൻ ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയം ആളുകൾ ശ്രദ്ധിക്കുന്നപ്പോഴാണ്, ദീപക് മരിക്കുമ്പോഴാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ, അതായത് ഈ സ്ത്രീ ലൈവായിട്ടിട്ട വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ അന്ന് തന്നെ കണ്ടിരുന്നു. ഞാൻ അന്ന് ലീവ് ആയിരുന്ന സമയം എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഞാൻ നോക്കി, അപ്പോൾ ഈ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു. അപ്പോൾ അവരെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ, അവരെന്താണ് പറയുന്നത് നോക്കി, അതിലൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതായത് ആ വീഡിയോ പിന്നീട് ഇവർ ഡിലീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ചെറിയ വീഡിയോ സ്ലോ മോഷൻ ആക്കിയിട്ടതാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ വീഡിയോ ഡിലീറ്റ് ആക്കി, പക്ഷേ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ പരിശോധിക്കുന്ന ഒരാൾക്ക് ദീപക് ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീയെ ഉപദ്രവിച്ചെന്ന് കാണാനേ കഴിയില്ല. അതിന് കാരണം ദീപക് കുറച്ച് മുമ്പിലാണ് നിൽക്കുന്നത്, ഇവർ കുറച്ച് പുറയിൽ മാറിയാണ് വീഡിയോ എടുക്കുന്നത്. അവസാനം വണ്ടി നിർത്തി ഇറങ്ങാൻ നേരത്ത് ദീപകിൻ്റെ അടുത്തേക്ക് സ്ത്രീ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അയാളുടെ ബാക്കിൽ പോയി നിന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങാൻ പോകുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ ബാഗ് അയാൾ 2 കൈ കൊണ്ട് പിടിക്കുന്നു. ഈ 2 കൈ കൊണ്ട് ഈ ബാഗ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെയാണ് ഇവരെ ടച്ച് ചെയ്തു, അസോൾട്ടായി എന്ന് കാണിച്ചുകൊണ്ട് പിന്നെ രണ്ടാമതൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് സ്ലോ മോഷനിൽ. യഥാർത്ഥത്തിൽ അയാൾ ആ ബാഗ് ഈ കയ്യിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിക്കുന്ന ഒരു സീനാണത്. അപ്പോൾ ഈ മുട്ട് ബാക്കിലേക്ക് വരുന്നു. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് തിരിഞ്ഞ്. അവർക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല അതിൽ. അപ്പോൾ ആ പൂർണ്ണ വീഡിയോ പോലീസിന് റിട്രീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ദീപക് ആ വീഡിയോയിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും.